വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ലോഗ്സ്. എന്റെ വീഡിയോ കാണുന്നവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ആദ്യം തന്നെ എന്റെ ഒരു ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാനിപ്പോ നിൽക്കുന്ന വിന്നർലാൻഡ് സ്പോർട്സ് അക്കാഡമിയിലാണ്. ഇന്ന് ഇവിടെ ചെറിയൊരു ന്യൂ ഇയർ ആഘോഷമുണ്ട്. നമുക്കപ്പോ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ നിൽക്കുന്ന വിന്നർലാൻഡിലെ റിസപ്ഷൻ ഏരിയയിലാണ്. അവിടെയാണ് കാർ പാർക്കിംഗ്. ഇവിടെ വരുമ്പോൾ തന്നെ എന്നെ ആകർഷിച്ചത് ഈ ഒരു ചിത്രങ്ങളാണ്. ഇവിടെ ഉള്ളത് ഇതിന്റെ പാരമ്പര്യ ചിത്രങ്ങളാണ്. ഇത് പാരമ്പര്യ ചിത്രങ്ങളാണ്. ഇവിടെ നമ്മളെ സാറുണ്ട്. ഇപ്പൊ അകത്ത് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പരിപാടിയിൽ പോയിട്ട് നമുക്ക് കാണാം. സന്ദർഭമാണ്. അതായത് ഈ വിന്നർലാൻഡിലെ എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് കൂടുന്ന വേദി ഒരുക്കി തന്ന നമ്മുടെ കുടുംബം എല്ലാവരും 2021 വരവേൽക്കാൻ ഇങ്ങനെ ഒരു സന്ദർഭം ഒരു എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ഭാഷയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അറിയിക്കുകയാണ്. ഉദ്ഘാടനം അങ്ങനെ ഒരു ഫംഗ്ഷൻ, സത്യത്തിലൊരു പ്രസംഗമോ അല്ലെങ്കിൽ വലിയൊരു പ്രോഗ്രാം അല്ല ഉദ്ദേശിക്കുന്നത്. വളരെ പെട്ടെന്ന് ഈ കൊറോണ കാലത്ത് നമുക്ക് അങ്ങനെ വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാനുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. എന്നാൽ നമ്മുടെ വളരെ സീനിയറായിട്ട് നമ്മോടൊപ്പം എല്ലാ കാര്യത്തിനും വിഷമവും എല്ലാ സന്തോഷവും ഒരുമിച്ച് പങ്കിടുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ, അവരുടെ ഒരു താല്പര്യം എന്തായാലും നമ്മുടെ ലോകം എമ്പാടും വളരെ വിഷമിച്ചൊരു വർഷമായിരുന്നു 2020. അതിലൊരു മാറ്റം വരാൻ വേണ്ടി നല്ലൊരു മനസ്സോടുകൂടി ലോകത്തെല്ലാവർക്കും സന്തോഷം കിട്ടുന്ന ഒരു വർഷം, ആ ഒരു പുതിയ നന്നാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളുടെയൊക്കെ ചെറിയ രീതിയിലുള്ള സന്തോഷം എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടുവാൻ എടുത്ത തീരുമാനം ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ചെറിയ രീതിയിൽ 1-2 ചെറിയ കലാപരിപാടികൾ, ചെറിയ കുട്ടികളെ കൊണ്ടുള്ള ഒരു ചെറിയ രീതിയിലൊരു പ്രസന്റേഷനും അതിനോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവുകൾ തെളിയിക്കാനുള്ള 1-2 ചെറിയ പ്രോഗ്രാം അതെല്ലാവരും പങ്കെടുക്കുകയും അതിനോടനുബന്ധിച്ച് നമുക്ക് വേണ്ട സഹായവും നമുക്ക് വേണ്ട ചെറിയ രീതിയിലൊരു സ്വീറ്റ്സും ചെറിയ രീതിയിൽ ലഘു ഭക്ഷണവും സത്യത്തിൽ മാനേജ്മെന്റ് രീതിയിൽ ഒരു രീതിയിൽ ഞങ്ങൾ സ്ട്രെയിൻ എടുക്കേണ്ട എന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. ഞാൻ ഈ കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വിന്നർലാൻഡ് ഞങ്ങളൊരു ഫാമിലിയാണ്. ഈ 10 വർഷമായി ഈ ഒരു സ്ഥാപനം തുറന്നിട്ട് ഏതാണ്ട് 21 മാർച്ച് 3-ാം തീയതി ഞങ്ങളുടെ 10th ആനിവേഴ്സറിയാണ്. അതിന്റെ മുന്നോടിയായി ഞങ്ങളുടെ 10 വർഷമാകുന്ന ഒരു ഇയർ ഞങ്ങൾ ആനിവേഴ്സറി അന്ന് ആഘോഷിക്കാമെങ്കിലും ഇന്നത്തെ ന്യൂ ഇയർ ചെറിയ രീതിയിൽ എല്ലാവർക്കും ഒരു എന്താ പറയാ ഒരു സന്തോഷമായിക്കോട്ടെ ആ തീരുമാനം എടുക്കാൻ എന്നോടൊപ്പം നിൽക്കുന്ന എന്റെ സഹപ്രവർത്തകരും അതിനോടൊപ്പം സ്ഥിരമായി ഒരു ദിവസം പോലും ഇതിലേക്കും ഹെൽത്ത് ക്ലബിന്റെ മറ്റ് ആക്ടിവിറ്റീസിനും വരാണ്ട് അവർക്ക് വീട്ടിലിരിക്കാൻ പറ്റാതെ സത്യത്തിൽ ഈ ജിമ്മ് ഓപ്പൺ ചെയ്യാൻ നിർബന്ധനായത് ഗവൺമെന്റ് ഭാഗം സ്ഥിരം ഞങ്ങൾ അതിനുവേണ്ടി ഒരു സമ്മർദ്ദം ചെലവാക്കിയത് നിങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദമാണ് ഞങ്ങളുടെ ഇങ്ങനെ ആക്ടിവിറ്റീസ് തുടങ്ങുവാൻ സർക്കാരിനോട് വളരെ രീതിയിൽ ഞങ്ങളാൽ കൊണ്ട് കഴിയുന്ന രീതിയിൽ. കാരണം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് ക്ലബുകളെല്ലാം ഇന്ത്യ ഗവൺമെന്റ് നിയമം അനുസരിച്ച് ഏറ്റവും ലാസ്റ്റിലാണ് തുറക്കാനൊരു നിയമമുള്ളത്. അത് അറിയുന്നവർ കൂടുതലുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നിർദ്ദേശമുള്ളതായിരുന്നു. പക്ഷേ നിരന്തരം ഞങ്ങളെ പോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നിൽക്കുന്ന അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാർ വളരെ നിബന്ധനയോടുകൂടി 1 മണിക്കൂറിൽ മാക്സിമം ഒരു 20 പേരോ 10 പേരിലോ കൂടുതൽ പാടില്ല എന്നൊരു നിബന്ധനയോടുകൂടി
അങ്ങനെ ഹെൽത്ത് ക്ലബ്ബുകൾ തുറക്കാനുള്ള അനുമതി തന്ന സർക്കാരിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കോവിഡ് സമയത്ത് നമ്മൾ വളരെ കെയർ ചെയ്തുകൊണ്ട്, കാരണം നമ്മളിപ്പോ എല്ലാവരും ഒരു കുടുംബത്തിലായതുകൊണ്ട് നിരക്കും ഇവിടെ കളിക്കാൻ വരുന്നതായത് നമുക്കറിയാം. അങ്ങനെ ഒരു സമ്പർക്കത്തിലൂടെ ഒരു കോവിഡ് പകരാൻ ചാൻസ് ഇല്ല എന്ന് ഞങ്ങളത് വളരെ കെയർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സെലിബ്രേഷൻ ഇങ്ങനെ തന്നെ സംഘടിപ്പിക്കാൻ ഉണ്ടായ ഒരു ഇടം. അപ്പൊ അത് നമുക്ക് നന്നായിട്ട് എല്ലാവരും സന്തോഷിക്കാം. എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രയത്നം പിന്നല്ലാത്ത അടുത്ത കാലങ്ങളിൽ നമ്മളൊരു കുടുംബമായി അടുത്ത വർഷവും ഈ ഒരു സെലിബ്രേഷൻ നന്നായിട്ട് സംഘടിപ്പിക്കാൻ സർവേശ്വരൻ അതിനുവേണ്ടിയുള്ള സൗഭാഗ്യവും അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഈ കാണുന്ന കുടുംബാംഗങ്ങളും ഇനിയും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കൂടെ പ്രവർത്തിച്ചവരും എല്ലാവരും രംഗത്ത് വരാൻ ആഗ്രഹിക്കുകയും അതിനോടൊപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരുടെ പേര് പറയുന്നില്ല, എന്നാലും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ എന്റെയും എന്റെ സ്ഥാപനത്തിന്റെയും എന്റെ സഹപ്രവർത്തകരുടെയും എല്ലാവരുടെയും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു സന്ദർഭം, ഈ ഒരു വേദിയിലെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചിരിക്കുന്നു. നന്ദി. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. അതെ, നമ്മുടെ ഇടയിൽ ഒന്ന് രണ്ട് ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ കുടുംബാംഗമാണ്. ഒരു പ്രശസ്ത സീരിയൽ കില്ലാടി കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം പഠിപ്പിക്കാൻ വേണ്ടി കരാട്ടയിലും ഹെൽത്ത് ക്ലബിലും എല്ലാ രംഗത്തും നിൽക്കാൻ മാറി വയ്ക്കാതെ വന്നോളൂ. കാരണം നിങ്ങൾക്കുള്ള അവസരം ഇനി മേലാണ് അങ്ങോട്ട് വരാൻ പോകുന്നേക്ക. അതുകൊണ്ട് അങ്ങോട്ട് വന്നേ. വാ. അപ്പൊ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ചെറുതായിട്ട് ഞാൻ നിൽക്ക, ബാക്കി എല്ലാത്തിനും കട്ട് ചെയ്തോളാം. ഞാനിപ്പോ എടുത്തോണ്ടിരിക്കുക. ഇതിൽ ആരൊക്കെ എടുക്കാൻ സൂപ്പറാ കാര്യം. ആൽബത്തിലൊക്കെ പഠിപ്പിക്കാം. വേദി വളരെ സൈലന്റായിരിക്കുകയാണ്. ഞാനൊരു ഇപ്പോ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ഈ കലാകാരൻ സത്യത്തിൽ ഒരു പ്രോഗ്രാം ചെയ്യണം എന്നൊരു പ്രാക്ടീസ് ഒരിക്കലില്ലായിരുന്നു. അവരവരുടെ കരാട്ടെ സെൽഫ് ഡിഫൻസിൽ മാത്രം ചെയ്തു പോകായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ ഒരു കൈയുടെ ക്ലാപ്പിക്കാണ് അവരുടെ ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. നമ്മുടെ മുന്നണിയിലിരിക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ സ്റ്റേറ്റ് ജില്ലകളുടെയും ചാമ്പ്യന്മാരാണ്. അത് സ്റ്റേറ്റിലെ പാർട്ടിസിപ്പൻസ് എന്നുള്ളവരാ. അവരുടെ മേഖലയിൽ അവർ നന്നായിട്ട് കഴിവ് പ്രകടിപ്പിക്കുന്നവരാണ്. പിന്നെ ഇതിനകത്ത് പ്രത്യേകത ഉള്ളത്, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതിൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളുണ്ട്. അദ്ദേഹത്തിന് അംബീഷൻ നേടിയെടുക്കുന്ന ഒരു ഭാഗമായിട്ടാണ് കരാട്ടെ പഠിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും സഹായം ഉണ്ടാവണം. നാളൊരു സന്ദർഭത്തിൽ ഒരു സിവിൽ പോലീസിൽ യൂണിഫോമിൽ ഇദ്ദേഹത്തെ കാണുക എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അതിൽ
ഈ പ്രായത്തിൽ കരാട്ടെ പഠിക്കാൻ പറ്റും, അത് തെളിയിക്കുകയാണ്. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പഠിക്കുകയും ആ പ്രകടനം അതോട് എന്ത് പറയാൻ മാഷ് പറഞ്ഞു കൊടുക്കുന്ന അതുപോലെ പഠിച്ച് അതേ ഫോട്ടോ കോപ്പി പ്രകടിപ്പിക്കാൻ കഴിവുള്ള അദ്ദേഹത്തിന് നാളെ നമ്മുടെ കേരള പോലീസിൽ അദ്ദേഹത്തിന് കാക്കിയിടുക എന്നൊരു ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത്. ആ ലക്ഷ്യം നിറവേറ്റുക, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഭാഗമായിട്ടാണ് കരാട്ടെ അഭ്യസിക്കുന്നത്. അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഈ കലാകാരന്മാരുടെ ചെറിയൊരു പ്രകടനം നമ്മളെല്ലാവരും കൈവരിച്ച് ഇപ്പൊ ചെറുതായിട്ട് അതിനകത്ത് ഒരു ഡെമോ കാണിക്കുന്നത് ആക്ച്വലി കരാട്ടയുടെ ഒരു ബേസിക് മൂവ്മെന്റ് ആണ്. ഒരു കുട്ടി കരാട്ടെ പഠിക്കുമ്പോ അത് അവരുടെ സ്റ്റെപ്പ് കാലും കൈയും എങ്ങനെയാണ് അതിന്റെ വഴക്കം ചെല്ലുന്നത്, അതുപോലെ ആ കാണിക്കുന്ന സ്റ്റെപ്പിന്റെ 4 ഭാഗവും 20 മൂവ്മെന്റ്സ് എന്നാണ് ഈ മൊത്തത്തിൽ ഇതിന്റെ പേര് പറയുന്നത്. 20 മൂവ്മെന്റ്സ് ആണ് ഇതിൽ വരുന്നത്. ആ കുട്ടിയുടെ ആദ്യ ബാലപാഠത്തിൽ പഠിക്കുന്ന ഒരു സ്റ്റെപ്സ് ആണിത്. അപ്പൊ ഇതിനകത്ത് കൈയും കാലും മനസ്സും അതുപോലെ തന്നെയാണ് അവരുടെ ആ പ്രകൃതം മാറുന്നതും അവരുടെ വഴക്കം, അതിനകത്ത് ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൊണ്ടുവരുന്ന ആദ്യത്തെ ഒരു കട്ട എന്ന് പറയുന്ന ഒരു ഇനമാണ് 20 മൂവ്മെന്റ്സ്. അതിന്റെ ജുനൂൻ എന്നാണ് അതിന്റെ പേര്. അത് എത്ര വലിയ ഗ്രാൻഡ് മാസ്റ്റർ ആയാലും ഒരു ഡെമോ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രകടനം ഒരു പ്രദർശനം കാണിക്കുമ്പോഴോ കാണിക്കുന്ന ആദ്യം പഠിച്ച ബാലപാഠത്തിന്റെ പാഠമായിരിക്കും ഈ 20 മൂവ്മെന്റ്സ് കാണിക്കുന്നത്. അതിലൂടെയാണ് മറ്റെല്ലാ അവരുടെ സ്റ്റെപ്പും അതുപോലെ അവരുടെ എല്ലാ കഴിവുകളും ഡെവലപ്പ് ചെയ്യുന്ന ഈ 20 അനുസരിച്ചിരിക്കും അവരുടെ മൂവ്മെന്റ്സിലൊക്കെ ധാരാളം ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഈ ചെറിയൊരു പ്രകടനമാണ് ഒരുമിച്ച് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങള് പലതരം കളർ ബെൽറ്റ് നിൽക്കുന്ന കുട്ടികളാണ് ഈ പ്രകടനം കാണിച്ചിരിക്കുന്നത്. ഇതിന് ചെറിയൊരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത്, ബേസിക്കലി പഠിച്ച കുട്ടികൾ ഇതിനകത്തുണ്ട്, സീനിയർ ആയുള്ള കുട്ടികളുണ്ട്. അപ്പൊ ഇതിനകത്ത് പലരുടെയും മൂവ്മെന്റ്സ് പല എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് അവരുടെ ഫ്ലെക്സിബിലിറ്റിയും അവരുടെ പെർഫോമൻസിനും വ്യത്യാസം ഉണ്ടാവും. ബേസിക്കലി പഠിച്ച ചെറിയ ആദ്യ ഇതിനകത്തുണ്ടായിരിക്കും. അപർണ രതീഷ്,
അതിന് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ആനിവേഴ്സറി തന്നെ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. എന്റെ കറക്റ്റ് ഉണ്ട്. ആദ്യം എല്ലാ ബന്ധുക്കളും അവർക്ക് കൊടുത്തില്ലേ ചേട്ടാ നമുക്ക് നമ്മുടെ പിന്നല്ലാതിനെ അഭിമാനമായിട്ട് പറയുവാൻ നമ്മുടെ ഈ ചെറുപ്പകാലത്തും എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യുന്ന വളരെ സീനിയറായ ഞങ്ങൾ കുടുംബാംഗമാണ്. ശങ്കർ സാറിന് എത്ര വയസ്സുണ്ട്? കൊടുത്തട്ടെ. Thank you. വീഡിയോ പറഞ്ഞ് അന്തസ്സാണ് അന്തസ്സുള്ളവനാണ്. അത് നിങ്ങൾക്ക് ദൈഹിക വിഷയത്തിലേക്ക് കൈകൊണ്ടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇപ്പോ നമ്മളൊരു ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് കോമ്പറ്റീഷൻ അല്ല, ഒരു മത്സര ഇനമായിട്ടല്ല കാണുന്നത്. നമ്മുടെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നന്നായിട്ട് പിടിക്കുന്ന ആരാണോ ജയിക്കുന്നത്, ഫൈനൽ റൗണ്ട് വരുന്ന ഒരാൾക്ക് ഒരു ചെറിയ വലിയൊരു ഗിഫ്റ്റാണ്. അതുപോലെ ചെറിയ പരിപാടികൾ വരുന്ന ചെറിയ അതുകൊണ്ട് സന്തോഷപ്പെടുക. എല്ലാവരും സഹകരിക്കുക. ആദ്യം നമ്മൾ 50 കിലോ 55 കിലോ വരെയുള്ള ആൾക്കാർക്ക് വരാം ഇതിനകത്ത് പങ്കെടുക്കാൻ. പെണ്ണുങ്ങൾക്കും ഇതിനകത്ത് പങ്കെടുക്കുന്ന ഗെയിമാണ്. അപ്പൊ അതിൽ മാറി നിൽക്കണ്ട. പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം, കൈ നല്ല സ്ട്രോങ്ങായിട്ട് പിടിക്കുക. രണ്ടുപേരുടെയും കൈ കണ്ണിൽ തള്ളവെല്ലാം ഇത് ക്രോസ് ചെയ്ത് വിരലുകൾ ക്രോസ് ചെയ്ത് പരസ്പരം രണ്ട് കൈയിന്റെ ഉൾഭാഗം പിടിക്കുക. ഈ ആളിന്റെ ജോയിന്റ് വളരെ സ്ട്രൈറ്റ് ആയിട്ട്. അതുപോലെ ഈ കൈ കൊട്ടിന്റെ ഭാഗം സെന്ററിൽ വരിക. ഓക്കെ. ഈ ചോളം വിട്ടുപിടിക്കരുത്. ചോളം അകത്ത് കയറ്റി ചേർന്ന് പിടിക്കുക. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചോളം ജോയിന്റ് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. ലെഫ്റ്റ് ഹാൻഡ് നിങ്ങൾക്ക് ഈ ലെവലിലാണ് പിടിക്കാൻ തന്നെ പിടിക്കാം. അതെല്ലാം തിരിച്ചാണെങ്കിലും പിടിക്കാം. ഇതിന് ഏതൊരു നിബന്ധനയില്ല, ഇങ്ങനെയും പിടിക്കാം. ഓക്കെ. ഏതാണ് നിങ്ങളുടെ സൗകര്യം പോലെ തന്നെ പിടിക്കാം. അതുപോലെ കാല് ഇവിടെ ചവിട, ഇവിടെ മേലെ ചവിട, ഈ പറയുന്ന ലെവലിൽ ചവിട.
ഒരു കാലം ഇവിടെയും വെക്കാം, അതുപോലെ അകത്തേക്ക് കാലം വെക്കാം. അതിന് നിബന്ധനയില്ല. നിങ്ങൾ നിൽക്കുന്ന ഏത് റേറ്റിലാണ് വിളിക്കാം. ഓക്കെ, ഇനി നോക്കാം. മത്സരാർത്ഥി ജയിക്കുമ്പോൾ ഇദ്ദേഹമാണ് ജയിക്കുന്നത്, രമേശാണ് ജയിക്കുന്നതെങ്കിൽ റെഡ് ടച്ച് ചെയ്യണം. അതല്ല വിനോദാണ് ജയിക്കുകയാണെങ്കിൽ ബ്ലാക്കിലാണ് ടച്ച് ചെയ്യേണ്ടത്. ഇതിന്റെ 100% ഇതിനകത്ത് ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്താൽ ആരാണോ ആ പാർട്ടി ജയിക്കുന്നത് ബ്ലാക്ക് ടച്ച് ചെയ്താൽ ബ്ലാക്ക് കൈയുടെ ഭാഗം ഓക്കെ. നിങ്ങളിത് കാണുക. ആശിക്കിന്റെ നോയിക്കൊന്നു നോയിക്കൊന്നില്ല. എല്ലാവരും ഒരുക്കിയിരിക്കും. ബാക്കി എല്ലാം ഇതിൽ ടഫായിട്ടുള്ള കോമ്പറ്റീഷനാണ്.
Ready? Start. Up, 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 up. 16 സെക്കൻഡ്. Ready? ഒരു മിനിറ്റ്. വെരി ഗുഡ്. 1 മിനിറ്റ് 25 സെക്കൻഡ്. പോട്ടെ പോട്ടെ. 1.5 മിനിറ്റ്. രാവിലെ 10 മിനിറ്റ് കഴിയുന്ന ആളല്ല. ഇപ്പൊ മനസ്സിലായ വ്യായാമത്തിന് പ്രായം ഒരു വിഷയമല്ലാന്ന്. വെരി ഗുഡ്. ചൂട് പിടിച്ച മത്സരമാണ്. Okay, ready, 1, 2, 3, start. Okay, clap, 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 clap. Clap, 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 clap. Ready, start. Okay, അതൊക്കെ നേരത്തെ കുറിവില്ലതാണ്. ഓക്കെ, ready, 1, 2, 3, start. Stop.
ഏട്ടാ പാപ്പന്മാരില്ലേ അയാൾ വെറുതെ വിട്ടാ മതിയായിരുന്നു. 50,000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് പോവും. ക്ലാസ് പോയത് വേറെ. എന്താടാ നിന്റെയൊക്കെ ഷാജിപ്പാപ്പനെന്ന് വന്നില്ലേ? പേടിച്ച് പണി നിർത്തി കാണും. എന്തിനാണ് മക്കളെ 50,000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് കളയാൻ വേണ്ടി വന്നേക്കണത്? അവന്മാരോട് പോകാൻ പറ. ഉടനാണല്ലോ നിങ്ങള് മുട്ടയിടും. കൊടിയേറി മക്കളെ എന്നടാ എല്ലാത്തിലും ഒപ്പം കിട്ടായിരുന്നു. അതൊക്കെ കിട്ടായിരുന്നു. എന്താണ് പാപ്പ കാലന്റെ വേഷത്തില്? നിന്റെ അപ്പന്റെ തിരക്ക് ഇറങ്ങിയതാടാ. ഈ പാപ്പനെങ്ങനെ അവിടെ നിന്ന് ഷൂട്ട്? അതിപ്പോ തന്നെ പറയണോ? ഷാജിട്ടാ സർവത്തോടെ ചെയ്തത് ഒന്നുമില്ലടാ. ഈ ഉടുപ്പൊക്കെ മാറും സ്ഥലമാണ്.
ഭൂമിയിൽ ആവേശത്തിന്റെ തിരകൾ ഉയർത്തി ചുവടുറച്ച കൂട്ടനാണ് കളമറിഞ്ഞ് കരുവരിഞ്ഞ് തലവനുണ്ടടാ ഉശിരോടെ നെഞ്ചും വിരിയണിതാ കരി വീട്ടി കയ്യും പിന്നണിതാ ഇരു കണ്ണിൽ ചെന്നിയാണിതാ കളിമൂക്കും നേരം തീ കളിയാ പിടിവിട്ട് പായും ചാട്ടുളിയ ഇടയുമ്പോൾ കൊമ്പൻ തന്നെയടാ കൃഷ്ണടാ പാപ്പം വരില്ലേ? അയാള് വെറുതെ വിട്ടാ മതിയായിരുന്നു. ലേറ്റസ് 50,000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് പോവൂ. ക്ലാസ് പോയത് വേറെ. എന്താടാ നിന്റെയൊക്കെ ഷാജിപ്പാപ്പനെന്ന് വന്നില്ലേ? പേടിച്ച് പണി നിർത്തി കാണും. എന്തിനാണ് മക്കളെ 50,000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് കളയാൻ വേണ്ടി വന്നേക്കണത്? അവന്മാരോട് പോവാൻ പറ. കിങ്സ് പറവൂർ, വിന്നേഴ്സ് പോത്തുമുക്ക് എന്നീ ടീമുകളാണ്. തുടങ്ങാണല്ല ഇനിങ്ങള് മുട്ടയിടും. പൂര കൊടിയേറി മക്കളെ അങ്ങോട്ട് നോക്കണ ചങ്കൂറ്റമൊന്നുകൊണ്ട് ചങ്ങാടമൊന്നു കെട്ടിയേ ചങ്ങാതിമാരുണർന്ന് തുഴതുഴഞ്ഞു പോണമോക്കിതേ. എന്നടാ എല്ലാത്തിലും ഒപ്പം കിട്ടായിരുന്നു. അതൊക്കെ ഇട്ടായിരുന്നു. എന്താണ് പാപ്പ കാലന്റെ വേഷത്തില്? നിന്റെ അപ്പന്റെ തിരക്ക് ഇറങ്ങിയതാടാ. ഈ പാപ്പനെങ്ങനെ അവിടെ നിന്ന് ഷൂട്ട്? അതിപ്പോ തന്നെ പറയണോ? ഷാജിട്ടാ സർവത്തോരം ചെയ്തിരുന്നു. ഒന്നുമില്ലടാ, ഈ ഉടുപ്പൊക്കെ മറന്ന സ്ഥലം ചങ്കൂറ്റമൊന്നുകൊണ്ട് ചങ്ങാടമൊന്നു കെട്ടിയേ ചങ്ങാതിമാരുണർന്ന് തുഴതുഴഞ്ഞു പോണമോക്കിതേ. വേതാളം വന്നു വന്നു പേടിച്ചു പാഞ്ഞൊളിച്ചതാ പാതാള വേലി ചാടി നാലുമാടുമെത്തിടുന്നീവൾ കുട്ടിച്ചതന്മാരാണെല്ലാം കൂട്ടിൽ പൂട്ടാൻ കണ്ട വാളും മേലും വീശിക്കൊണ്ട് ചോരച്ചാലിൽ നീന്തുന്നു. കേട്ടാലോ കിടുകിടുകള കണ്ടാലോ നടുവടങ്ങള കൊണ്ടാലോ കറുകറുകള കയ്യാങ്കളിയാ ആരോടും കിടവിടുകള ആവേശം തുടിതുടിക്കണ ആഘോഷം തുടിപൊടിക്കണ വേണം കൊണ്ട് പണമെടുത്ത് സടകുടഞ്ഞ് നിരനിരന്ന് നിൽക്കണുണ്ട് എതിരെ ഒന്ന് മുരുതിടാണി ഉലകിലാരടാ അടവെടുത്ത് പട നയിച്ച ചുവടുറച്ച കൂട്ടനാണ് കളമറിഞ്ഞ് കരുവരിഞ്ഞ് തലവനുണ്ടടാ ഉശിരോടെ നെഞ്ചും വിരിയണിതാ കരി വീട്ടി കയ്യും പിന്നണിതാ ഇരു കണ്ണിൽ ചെന്നിയാണിതാ കളിമൂക്കും നേരം തീ കളിയാ പിടിവിട്ട് പായും ചാടുളിയ ഇടയുമ്പോൾ കൊമ്പൻ തന്നെയടാ ആടട ആട്ടം നീ പാടട പാട്ടും നീ ആടട ആട്ടം നീ പാടട പാട്ട് ആടട ആട്ടം നീ പാടട പാട്ടും നീ ആടട ആട്ടം നീ പാടട പാട്ട് ആടട ആട്ടം നീ പാടട പാട്ടും നീ ആടട ആട്ടം നീ പാടട പാട്ട് ആടട ആട്ടം നീ പാടട പാട്ടും പരാജയപ്പെടാൻ മനസ്സിലാത്ത 14 അധികായന്മാർ തൊട്ടുകൊടുക്കുന്ന ഇന്നിന്റെ ഈ പടക്കളത്തിൽ ഇതാ 7th വെള്ളിക്കുട്ടിയുടെ പടനായകന്മാരെ മലത്തിയടിച്ചുകൊണ്ട് വിന്നേഴ്സ് പോത്തുമുക്ക് വിജയ കിരീടം അണിഞ്ഞിരിക്കുന്നു. എടുത്താലും തൊടുത്താലും തീരാത്ത ആവനാകിയുടെ അത്ഭുതങ്ങളുമായി ഈ പോരാട്ട ഭൂമിയിൽ ആവേശത്തിന്റെ തിരകൾ ഉയർത്തി പാട്ടും നീ ആടട ആട്ടം നീ പാടട പാട്ട് ആടട ആട്ടം നീ പാടട പാട്ടും നീ ആടട ആട്ടം നീ പാടട പാട്ട് വളമെടുത്ത് സടകുടഞ്ഞ് നിരനിരന്ന് നിൽക്കണുണ്ട് എതിരെ ഒന്ന് മുരുതിടാണി ഉലകിലാരടാ അടവെടുത്ത് പട നയിച്ച ചുവടുറച്ച കൂട്ടനാണ് കളമറിഞ്ഞ് കരുവരിഞ്ഞ് തലവനുണ്ടടാ ഉശിരോടെ നെഞ്ചും വിരിയണിതാ കരി വീട്ടി കയ്യും പിന്നണിതാ ഇരു കണ്ണിൽ ചെന്നിയാണിതാ
കൃഷ്ണടാ പാപ്പം വരില്ലേ? അയാള് വെറുതെ വിട്ടാ മതിയായിരുന്നു. ലേറ്റസ്റ്റ് 50,000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് പോവും. ക്ലാസ് പോയത് വേറെ. എന്താടാ നിന്റെയൊക്കെ ഷാജിപ്പാപ്പനെന്ന് വന്നില്ലേ? പേടിച്ച് പണി നിർത്തി കാണും. എന്തിനാണ് മക്കളെ 50,000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് കളയാൻ വേണ്ടി വന്നേക്കണത്? അവന്മാരോട് പോവാൻ പറ. കിങ്സ് പറവൂർ, വിന്നേഴ്സ് പോത്തുമുക്ക് എന്നീ ടീമുകളാണ്. തുടങ്ങാണല്ല ഇനിങ്ങള് മുട്ടയിടും. ഊരാൻ കൊടിയേറി മക്കളെ. അങ്ങോട്ട് നോക്കണ ചങ്കൂറ്റമൊന്നുകൊണ്ട് ചങ്ങാടമൊന്നു കെട്ടിയേ ചങ്ങാതിമാരുണർന്ന് തുഴതുഴഞ്ഞു മോണമോക്കിയതേ. എന്നടാ ഇതിനകത്തൊരു ഒപ്പം കിട്ടായിരുന്നു. അതൊക്കെ കിട്ടുമായിരുന്നു. എന്താണ് പാപ്പ കാലന്റെ വേഷത്തില്? നിന്റെ അപ്പനെ തിരക്കി ഇറങ്ങിയതാടാ. ഈ പാപ്പനെങ്ങനെ അവിടെ നിന്ന് രക്ഷോട്ട്? അതിപ്പോ തന്നെ പറയണോ? ഷാജിട്ടാ സർബത്തോരം ചെയ്തിരുന്നു. ഒന്നുമില്ലടാ, ഈ ഉടുപ്പൊക്കെ മറന്ന സ്ഥലം ചങ്കൂറ്റമൊന്നുകൊണ്ട് ചങ്ങാടമൊന്നു കെട്ടിയേ. പഠിക്കോ? ബാക്കി മനസ്സിന്റെ ഉള്ളിൽ അതുകൊണ്ട് പഠിക്കും. സപ്പോർട്ടുണ്ട്. പുണ്യനാട്ടിൽ കഴിഞ്ഞില്ല പരിപാടി. മനസ്സിന്റെ ഒളിയുന്ന മണിമുത്തൊരാത്തി മനത്തുതിച്ചതോ മണിൽ വിരിഞ്ഞതോ ഏതാണ് രാജാത്തി ഏതാണ് രാജാത്തി അഞ്ചാം ദിവസത്തെ പോലെ അതിലാണ് എന്തിനെ സ്വർണ്ണ അഞ്ചാം ദിവസത്തെ അമ്പിളി പോലെ അതാണ് എന്തിനെ സ്വർണ്ണ വെച്ചുള്ളൊരു ഏതാണ് രാജാത്തി മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക മണിമുത്ത് രാജാത്തി മാനത്തുതിച്ചതോ മണിൽ വിരിഞ്ഞതോ ഏതാണ് രാജാത്തി ഏതാണ് രാജാ. ഇപ്പൊ ഇവിടുത്തെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ സമയം 8:15 ആയിട്ടുണ്ട്. അപ്പോ ഇപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ, സീ യു. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.